SSLC +2 വിദ്യാർത്ഥികൾക്ക് അവരുടെ പബ്ലിക് എക്സാം മാർച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അതിനുവേണ്ട കഠിനമായ പരിശ്രമത്തിലാണ് മിക്ക SSLC +2 വിദ്യാർത്ഥികളും. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ അവർ മിസ് ചെയ്യാൻ പോകുന്നൊരു കാര്യമുണ്ട്. യെസ്, നിങ്ങളുടെ സുഹൃത്തുക്കളെ. ഇപ്പോൾ നിങ്ങൾ SSLCയിലും +2 നിങ്ങൾ ക്ലാസ്സിൽ തോളിൽ കൈയിട്ടിരുന്ന സുഹൃത്തുക്കൾ, ഇൻ്റർവെൽ സമയത്തിൽ ലൈമും പപ്സും ചായയും കുടിക്കാൻ പുറത്തു പോരുന്ന സുഹൃത്തുക്കൾ, ശനി ഞായർ ദിവസങ്ങളിൽ സിനിമയ്ക്കും അതേപോലെ തന്നെ മന്തി കഴിക്കാനോ അൽഫാം കഴിക്കാനോ ഷവായ കഴിക്കാനോ പോയ സുഹൃത്തുക്കൾ, സ്കൂൾ ടൂറിൻ്റെ സമയത്ത് ഒരുപാട് നല്ല മൊമെൻറ്റ്സ് എൻജോയ് ചെയ്ത് ഒരുമിച്ച് ഡാൻസ് കളിച്ച സുഹൃത്തുക്കൾ, അവരെയൊക്കെ നിങ്ങളിനി മിസ് ചെയ്യാൻ പോകണം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന, ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന പല കുട്ടികളും അടുത്ത കൊല്ലം നിങ്ങളുടെ കൂടെ പഠിക്കാനുണ്ടാവണമെന്നില്ല. അവർ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, വേറൊരു സ്കൂളിൽ, വേറൊരു കോഴ്സ് പഠിക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ മിസ് ചെയ്യാൻ പോകുന്ന ഒരു റിയൽ മൊമെൻ്റാണ്. ഒരുപാട് സന്തോഷകരമായി നിങ്ങൾക്ക് ലൈഫ് ലോങ് നിങ്ങൾ മരിക്കുന്നവരെ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റിയ ഒരുപാട് നല്ല മൊമെൻറ്റ്സ് നൽകിയ സുഹൃത്തുക്കളൊക്കെ നിങ്ങളെ ഒക്കെയെന്നില്ലെങ്കിൽ കുറേ ആൾക്കാർ ഇപ്പോൾ നിങ്ങളെ വിട്ടുപോകുന്നൊരു സമയമാണ്. അപ്പോൾ അതിനൊക്കെ ഒരു ഫെയർവെല്ലൊക്കെ നിങ്ങളുടെ സ്കൂളിൽ കഴിഞ്ഞിട്ടുണ്ടാവും. പല ഫെയർവെൽ വീഡിയോസ് നമ്മൾ കാണുമ്പോൾ, പല സെൻഡ് ഓഫ് വീഡിയോസ് നമ്മൾ കാണുമ്പോൾ അതിലൊക്കെ പരസ്പരം കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് യാത്ര അയക്കുന്ന പല മൊമെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. മക്കളെ, ഇപ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല ഹാപ്പിനെസ് തന്ന, ഒരുപാട് നല്ല ഹാപ്പി മൊമെൻറ്റ്സ് സമ്മാനിച്ച, കുറേ നേരം കൂടെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇല്ലെങ്കിലും കുറേ ആൾക്കാരൊക്കെ നാളെ നിങ്ങൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് കാണുമ്പോൾ റിയാക്ഷൻ തരുന്ന ആളുകളും, ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി കാണുമ്പോൾ റിയാക്ഷൻ തരുന്ന ആളുകളും, ഇടയ്ക്ക് എന്തൊക്കെയാണ് വർത്താനം സുഖമാണെന്ന് വാട്സപ്പിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ ചോദിക്കുന്ന ആളുകളായി മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലൈഫ് ഇങ്ങനെയാടാ, നമ്മുടെ കൂടെ കുറേ സമയത്ത് ഒരുപാട് ആൾക്കാർ വരും. അവരുടെ കൂടെ നമ്മൾ ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ഉണ്ടാക്കും, ഒരുപാട് നല്ല ഓർമ്മകൾ ഉണ്ടാക്കും. ഒരു സമയം വരുമ്പോൾ അവർ നമ്മളെ വിട്ടുപോകും. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളോടും എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ ചോദിക്കുക. അവർ കാരണം നിങ്ങൾക്കുണ്ടായ ഹാപ്പിനെസ് അവരെ ഒന്ന് അറിയിക്കുക. ഈ രീതിയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയാൽ നിങ്ങൾക്ക് ഈ SSLC +2 കാലഘട്ടം ലൈഫ് ലോങ്ങിൽ എന്നും ഓർക്കാനുള്ള നല്ലൊരു മൊമെൻ്റ് ആയിട്ട് മാറും. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് നിങ്ങൾക്ക് തന്ന ഹാപ്പി മൊമെൻറ്റ്സിനൊക്കെ നിങ്ങൾ താങ്ക്സ് പറയും. ചെയ്ത തെറ്റുകൾക്കൊക്കെ അവരോടൊന്ന് ക്ഷമ ചോദിച്ച്, അവരോടൊന്ന് തെറ്റിപ്പോയടാ സോറി ഇടാന്നൊക്കെ പറഞ്ഞിട്ട് ആ സോറി പറയാനും നല്ലതിന് അഭിനന്ദിക്കാനുള്ള സമയം കൂടിയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക, ഇതിൻ്റെ കൂടെ പഠിക്കുകയും ചെയ്യുക, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ അവരെ സഹായിക്കുക. സോ എല്ലാവർക്കും നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ. ഓൾ ദ ബെസ്റ്റ്.